സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ഒരിക്കൽ കൂടി കടന്നു പോയി. നമ്മുടെ ഉള്ളില് എന്താ നിറഞ്ഞു നിൽക്കുന്നത്? നമ്മളും ഈ തിരുക്കർമ്മങ്ങൾ വഴി, തിരുക്കർമ്മം വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്ന കാര്യങ്ങളിൽ നമ്മുടെ ഉള്ള് തങ്ങുന്നുണ്ടോ? അതില് ഉള്ള് ഉടക്കിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ആകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരരെ, കർത്താവ് ഈശോ മിശിഹായുടെ പിറവി തിരുനാളിനായുള്ള ആഴ്ചകൾ ദീർഘിച്ച ഒരുക്കവും പിറവി തിരുനാളിൻ്റെ ആഘോഷമായ തിരുക്കർമ്മങ്ങളും മറ്റാഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്ന അവസരമാണല്ലോ. മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറന്ന ദൈവപുത്രനായ ഈശോയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ തീരുമാനം, ആദ്യത്തെ സംസാരം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ണിയായി പിറന്ന ഈശോ തീർച്ചയായിട്ടും അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഉല്ലാസമായിട്ട് വളർന്നു വന്നു, ഒരുപാട് സംസാരിച്ചു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തില് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന്റെ വായിലിരുന്ന് വന്നതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ വാക്കുകള്, അവിടുന്ന് സ്വമേധയ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ആദ്യത്തെ കാര്യം ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് 43-ാം തിരുവചനത്തില് 12 വയസ്സുള്ള ബാലനായ ഈശോയെ നമ്മൾ കാണുന്നു. തിരുനാളിന് ജെറുസലേമിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം ചെന്ന ഈശോ തിരുനാളിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അപ്പനും അമ്മയും ഉൾപ്പെടെ മറ്റാൾക്കാരൊക്കെ തിരിച്ചു പോവുകയാണ്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈശോയാകട്ടെ ദേവാലയത്തിൽ തങ്ങി. അതൊരു അബദ്ധം പറ്റിയതല്ല, കൂട്ടം വിട്ടുപോയതല്ല, അപ്പനും അമ്മയും കാണാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നതല്ല, മറിച്ച് അതൊരു തീരുമാനമായിരുന്നു. ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ തീരുമാനം, അപ്പനോടും അമ്മയോടും പോലും ആലോചന ചോദിക്കാതെ സ്വയമേ എടുത്ത തീരുമാനം, ആ ദേവാലയത്തിൽ ഒരു ദിവസത്തെ ആഘോഷത്തിന്, പെസഹാഘോഷത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ തങ്ങി. നമുക്കറിയാം, 3-ാം ദിവസം അപ്പനും അമ്മയും തിരിച്ചു വന്ന് ഈശോ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈശോ ഉപാധ്യായന്മാരിരുന്ന് സംസാരിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഉത്കണ്ഠയോടെ ഉള്ള അന്വേഷണം, അവരെ വിഷമം മാതാവ് യേശുപിതാവ് പങ്കുവച്ചു. അതിന് മറുപടി ഈശോ പറയും, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? അത് ആ കോണ്ടസ്റ്റാണ്. അത് കഴിഞ്ഞ് പറയുന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ആദ്യമായിട്ട് സ്വന്തം തീരുമാനത്തിൽ പറയുന്ന വാക്കുകൾ. എന്താണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നോ എന്ന്. തിരുനാൾ കഴിഞ്ഞ് യേശുപിതാവും മാതാവും തൃപ്തിയോടുകൂടെ തിരിച്ചുപോയി. നമ്മളൊരു പിറവി തിരുനാൾ കഴിഞ്ഞ്, ആഘോഷമെല്ലാം കഴിഞ്ഞ് തൃപ്തിയോടുകൂടെ നമ്മുടെ ജീവിത മേഖലകളിലേക്ക് തിരിച്ചിറങ്ങാൻ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് മതജീവിതത്തിലെ ആഘോഷങ്ങൾക്കെല്ലാം ബാഹ്യമായ കുറേ മാനങ്ങളുണ്ട്. ഒപ്പം അതിനെല്ലാം അർത്ഥവത്താക്കുന്ന ആന്തരികമായ ചില ഉന്നങ്ങളും ഉദ്ദേശങ്ങളും മാനങ്ങളുണ്ട്. കൂദാശയെക്കുറിച്ചെല്ലാം പറയുന്നത് അങ്ങനെയല്ലേ? അദൃശ്യമായ കൃപാവരത്തെ സൂചിപ്പിക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. സഭയിലെ ആഘോഷങ്ങളും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ആഘോഷങ്ങളും എല്ലാം അദൃശ്യമായ വലിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ്. യഹൂദർക്ക് പെസഹ തിരുനാൾ അങ്ങനെ ആയിരുന്നു. ആ പെസഹ തിരുനാൾ സംബന്ധിച്ചു, അതിൻ്റെ ആഘോഷങ്ങൾ കർമ്മങ്ങൾ നടത്തി അപ്പനമ്മയും തിരിച്ചുപോയി. പക്ഷെ ഈശോയ്ക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആഘോഷമെല്ലാം കഴിഞ്ഞിട്ടും ആഘോഷങ്ങളിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആർജിക്കാനായിട്ട്, സ്വന്തമാക്കാനായിട്ട് വീണ്ടും ദേവാലയത്തിൽ സ്വമേധയ സ്വന്തം തീരുമാനപ്രകാരം തങ്ങാൻ തീരുമാനമെടുക്കുന്ന ഈശോ, നമ്മളും ഈ തിരുക്കർമ്മങ്ങൾ വഴി, പരിവർത്തന തിരുക്കർമ്മം വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്ന കാര്യങ്ങളിൽ നമ്മുടെ ഉള്ള് തങ്ങുന്നുണ്ടോ? അതിൽ ഉള്ള് ഉടക്കിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ആകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഈശോയുടെ മറുപടി നമുക്കറിയാം. ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ ഈശോയുടെ സ്വമേധയുള്ള സ്വന്തം തീരുമാനപ്രകാരമുള്ള ആദ്യത്തെ വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നത് ഇതാണ്. അപ്പൊ പിതാവിന്റെ ഭവനത്തില് തിരുനാളും കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും തങ്ങാനുള്ള, ദിവസങ്ങളോളം താമസിക്കാനുള്ള തീരുമാനമാണ് ഭൂമിയിലേക്ക് മനുഷ്യനെ അവതരിച്ച ദൈവത്തിന് ഈശോ തന്റെ ജീവിതത്തിന് ആദ്യമായിട്ട് തീരുമാനമായിട്ട് തിരുവചനത്തിന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്.
നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ഞാൻ ഈ ദിവസങ്ങളിൽ അമേരിക്കയിലെ വലിയ സുവിശേഷ പ്രഘോഷകനായ റോബർട്ട് ബാരൻ ബിഷപ്പിന്റെ ഒരു ചിന്ത ശ്രദ്ധിക്കുകയായിരുന്നു. ക്രിസ്തുമസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥത്തില് 4 മനുഷ്യാവതാര വിവരണങ്ങളുണ്ട്. ഒന്ന്, മത്തായി സുവിശേഷം അവതരിപ്പിക്കുന്നതായ ജ്ഞാനികൾ നക്ഷത്രം കണ്ടു വരുന്നു, ഹെരോദോസിന്റെ അസ്വസ്ഥത, ശിശുക്കള് കൊല ചെയ്യപ്പെടുന്നത്, ഇരുത്തരകൾ ഒളിച്ചോട്ടം, അങ്ങനെ കാര്യങ്ങളെല്ലാമായിട്ടുള്ള മത്തായി നൽകുന്ന വിവരണം, അത് യേശുപിതാവിന്റെ ആംഗിളിൽ നിന്നുള്ള വിവരണമാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ വിവരണം ലൂക്ക നൽകുന്നതാണ്. അത് പരിശുദ്ധ അമ്മയുടെ ആംഗിളിൽ നിന്നുള്ള വിവരണമാണ്, മേരിയുടെ ഒപ്പം നിന്നുകൊണ്ട്. അവിടെ നമ്മൾ കാണുന്ന മംഗള വാർത്ത, എലിസബത്തിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം, പിന്നെ ബെത്ലഹേമില് ഇടയന്മാര്, മാലാഖമാര്, പുൽക്കൂട്ടിലെ പിറവി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കാണുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മനുഷ്യാവതാര വിവരണം യോഹന്നാൻ തൻ്റെ 1-ാമത്തെ അധ്യായം നൽകുന്നതായ വചന മാംസമായി നമ്മുടെ മധ്യ വസിച്ചു എന്ന് പറയുന്ന 14-ാം വാക്യത്തിൻ്റെ വളരെ ഡെൻസായ അല്ലെങ്കിൽ മെറ്റഫിസിക്കലായ സൂപ്പർ നാച്ചുറൽ രീതിയിലുള്ള ദൈവശാസ്ത്രപരമായ അല്ല താത്വികമായ പ്രസന്റേഷനാണ്. യോഹന്നാൻ ഒരു ദൈവശാസ്ത്രജ്ഞന്റെ ആംഗിൾ നിന്നുകൊണ്ട് നൽകുന്നതാണ്. ഈ റോബർട്ട് ബാരൻ ബിഷപ്പ് പറയുകയാണ്, ഇനി 4-മതൊരു വിവരണം കൂടിയുണ്ട്. അത് പക്ഷെ പലപ്പോഴും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടാറില്ല. അത് വെളിപാട് പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ കാണുന്ന ഗർഭിണിയായ സ്ത്രീ, പരിശുദ്ധ അമ്മ, അവള് കുഞ്ഞിനെ പ്രസവിക്കുന്നു, 4-ാം വാക്യം, 4-5 വാക്യങ്ങള്. അപ്പോൾ സർപ്പം ആ കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി കാത്തു നിന്നു എന്ന് പറയുന്നു. ഇത് പറഞ്ഞിട്ട് ബിഷപ്പ് റോബർട്ട് ബാരൻ പറയുകയാണ്, മത്തായിയുടെ ആംഗിള് യോസഫിന്റെ ആംഗിളാണ്, ലൂക്ക പറയുന്നത് മേരിയുടെ ആംഗിളാണ് ഭൂമിയിലെ. ഇത് രണ്ടുമാണ് നമുക്ക് സാധാരണ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നമ്മളുടെ ആഘോഷങ്ങളെയൊക്കെ നിർണ്ണയിക്കാൻ ഇടവരുത്തുന്നത്. യോഹന്നാന്റെ അവതരിപ്പിക്കലും ദൈവശാസ്ത്രപരമായ കരുത്തമെടുക്കാറുണ്ട്. എന്നാൽ ഈ 4-ാമത്തെ അവതരിപ്പിക്കല് അത് സ്വർഗത്തിന്റെ പെർസ്പെക്റ്റീവാണ്. നമുക്ക് ദൈവപുത്രന്റെ മനുഷ്യ അവതാരത്തെക്കുറിച്ച് സ്വർഗം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടായത്. ഇത് പക്ഷേ അർഹിക്കുന്ന പ്രാധാന്യം ഒരിടത്തും തന്നെ ഇതിന് ലഭിക്കാറില്ല എന്നും റോബർട്ട് ബാരൻ ബിഷപ്പ് പറയുകയാണ്. അതേസമയം ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ഏറ്റവും സമ്പൂർണമായ ഏറ്റവും ഉന്നതമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നത് ഈ ഒരു വിവരണമാണെന്നും പറയുകയാണ്. അത് വളരെ ഗൗരവമുള്ള ഞടുക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തിന് അവതരിപ്പിക്കുന്നത് ഈ ശിശു ജനിക്കുമ്പോൾ തന്നെ വിഴുങ്ങാനായിട്ട് സർപ്പം കാത്തു നിൽക്കുന്നു. എന്നുവെച്ചാൽ തലകീഴായി അധപ്പതിക്കപ്പെട്ട മനുഷ്യവർഗത്തെ വീണ്ടും തല നേരെയാക്കാൻ ഞാൻ പറയുമ്പോൾ അപ്പസ്തല പ്രവർത്തനം 17-ാമത്തെ ആദ്യ വാക്യങ്ങളിൽ തെസ്സലോനിക്കയിൽ പൗലോസും മറ്റും പ്രസംഗിച്ച് ചെല്ലുമ്പോൾ അവരെ കുറിച്ച് ആക്ഷേപം പറയുന്നത് ഇതാണ്, ലോകത്തെ തലകീഴും മറിച്ച ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നു. പൗലോസ് തലകീട് മറിച്ചെങ്കിൽ ആ ആരോപണം ഈശോയെ കുറിച്ചാണ്. ഈശോയാണ് പൗലോസിനെ തലകീട് മറിച്ച നമുക്ക് ഡമാസിലെ വഴിയിൽ. പക്ഷെ ഈശോ ലോകത്ത് തലകീട് മറിച്ചോ? ഇല്ല. ഈശോയല്ല ലോകത്ത് തലകീട് മറിച്ചത്. ദൈവം സൃഷ്ടിച്ച പരദീസയിൽ തൻ്റെ ഒപ്പം ആക്കിയ മനുഷ്യ മക്കളെ ആദ്യമായിട്ട് തലകീട് മറിച്ചത് സാത്താനാണ്. സാത്താൻ തലകീട് മറിച്ചിട്ട് നേരെയാക്കാനാണ് ഈശോ വന്നത്. പക്ഷെ അങ്ങനെ ആക്കാനായിട്ട് തെസ്സലോനിക്കയിൽ ആൾക്കാർ സമ്മതിക്കുന്നില്ല എന്ന് അവിടുത്തെ ബഹളം കാണിക്കുന്നത്. റോബർട്ട് ബാരൻ പറയുകയാണ്, ഭൂമിയിലുള്ള ബാഹ്യമായി കാണപ്പെടുന്ന അനേക വ്യക്തികളും ശക്തികളും പ്രസ്ഥാനങ്ങളും അവർക്കൊപ്പം അവർക്ക് പിന്നിലായിട്ട് അദൃശ്യ ലോകത്തിൻ്റെ അധപ്പതിച്ച ഫോളൻ ഏഞ്ചൽസ് ഉൾപ്പെടെയുള്ള നാരിക ശക്തികളും ദൈവ മനുഷ്യവർഗത്തെ വീണ്ടും തല നേരെയാക്കാനുള്ള മത്സരത്തെ മുഴുവനും ശക്തമായിട്ട് തകർക്കാൻ, എതിർക്കാൻ, തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കി നിൽക്കുന്നു. ഇതാണ് ഈ വെളിപാട് 12-ന്റെ കാഴ്ചപ്പാട്. ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു സഹോദരങ്ങളെ, 2 ആഴ്ച മുമ്പ് ക്രിസ്മസിന്റെ ആഘോഷവും സാത്താനുമായി എന്താ ബന്ധം, ആഘോഷിക്കുന്നതിന് മുമ്പ് അറിയുക എന്ന് പറഞ്ഞൊരു പങ്കുവെക്കല് ഞാൻ നടത്തിയിരുന്നു. അപ്പം ഈ ബിഷപ്പ് പറയുകയാണ്, നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ക്രിസ്മസിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട കാഴ്ചപ്പാട് ഇതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രിസ്മസിന്റെ കഥകളും കാര്യങ്ങളും പുൽക്കൂടും ഇടയന്മാരും പൂജരാജാക്കന്മാരും പിന്നീട് വന്ന ക്രിസ്മസ് അപ്പൂപ്പനും നക്ഷത്രവും അതുപോലെ തന്നെ പുൽക്കൂട് നിർമ്മാണ കാര്യങ്ങളും പിന്നെ അതിന് ബാക്കി കേക്കും ആഘോഷം ഇതെല്ലാം നമുക്ക് നൽകുന്നതായ രീതിയിലുള്ള ഒരു ലാഘവത്വമുള്ള കുട്ടികളെ ഹരം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുത കഥയുടെ വിഷയമല്ല ക്രിസ്തുമസ്.
മറിച്ച് വളരെ ഗൗരവമുള്ള ഒരു സ്വർഗീയ ഇടപെടലിൻ്റെ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് ഈ റോബർട്ട് ബാരൻ തൻ്റെ ചിന്ത അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളുടെ, ഭൂമിയിലേക്ക് വന്ന ബാലനായ ഈശോ, ഉണ്ണിയായി പറഞ്ഞ ഈശോ പൊങ്ങി വരുമ്പോൾ, വളർന്നു വരുമ്പോൾ ആ ഉണ്ണിയുടെ ഉള്ളിൽ ആദ്യമായിട്ട് നിറഞ്ഞത് പിതാവിൻ്റെ ഹിതം നിറവേറണം. അതിനുവേണ്ടി വന്നിരിക്കുക. പെസഹ തിരുനാളിന് അപ്പനും അമ്മയ്ക്കൊപ്പം പള്ളിയിലെത്തുമ്പോൾ എത്ര വലിയ ആഘോഷങ്ങളാണ്, എത്ര ഷെയറുള്ള കാര്യങ്ങളാണ്. ഒരു 12 വയസ്സുകാരൻ്റെ കൗതുകത്തെ ഇതുമാത്രം പിടിച്ചെടുക്കാൻ പറ്റിയ വിഷയങ്ങൾ അവിടെയുണ്ട്. തിരുക്കർമ്മങ്ങളായിട്ട് തന്നെ മറ്റാഘോഷങ്ങളും. പക്ഷെ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഈ ബാലൻ്റെ ഉള്ളിൽ അതുകൊണ്ട് നിറയുന്നില്ല. മറിച്ച് ഇതെല്ലാം വഴി എന്താണ് എൻ്റെ സ്വർഗീയ അപ്പ ആഗ്രഹിക്കുന്നത്? ആ അപ്പായുടെ ഇഷ്ടം നിറവേറ്റണം. അതാണ് ഈശോയുടെ ഉന്നം. അതിന് വിശ്വാസത്തിൽ എന്നേക്കാൾ കൂടുതൽ അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്നു എനിക്ക് യോജിച്ചവനല്ല. യഥാർത്ഥത്തിൽ ഈശോ ഇവിടെ ബാലനായ 12 വയസ്സുകാരൻ ഈശോ അപ്പനെ അമ്മയേക്കാൾ കൂടുതൽ പിതാവിനെ സ്നേഹിച്ചു. അപ്പനും അമ്മയും 3 ദിവസം തീ തിന്ന് അന്വേഷിച്ചിറക്കുന്നു. അതിനേക്കാളും ഈശ്വര ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൻ്റെ സ്വർഗീയ അപ്പൻ്റെ വിഷമത്തിലാണ്. അപ്പൻ്റെ ഹിതം നിറവേറണം, അപ്പൻ്റെ ഇഷ്ടം നിറവേറണം. പിന്നെ നമുക്കറിയാം ശമരിയാക്കാരിയുടെ വിഷയം വരുമ്പോഴും യോഹന്നാൻ 4 ഈശോ പറയുന്നുണ്ട്, ഭക്ഷണം പോലും എനിക്ക് വേണ്ട, നിങ്ങളടുത്ത് ഭക്ഷണം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന എൻ്റെ ഭക്ഷണം. പിശാച് വന്ന് ഈശോ പ്രലോഭിക്കുന്ന രംഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പിതാവിൻ്റെ പദ്ധതി വ്യതിരിപ്പിക്കാനാണ് നോക്കുന്നത്. മത്തായി 4 ആ ഒരു പ്രലോഭന രംഗങ്ങൾ വായിക്കുമ്പോൾ ഈശോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന അർത്ഥം എന്താ? പിതാവിൻ്റെ ഹിതം അവിടുന്ന് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയത് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നുള്ളതല്ല, വേറെ ഒരു പരിപാടി എന്നെ കിട്ടത്തില്ല എന്ന് സാത്താൻ്റെ മുഖത്തടിച്ച് ഈശോ 3 പ്രാവശ്യം പറഞ്ഞതാണ്. 3 പ്രാവശ്യവും ആ പ്രലോഭന ചിന്തകൾ സാത്താൻ ഇട്ട് തരുമ്പം ഇപ്രകാരം എഴുതപ്പെട്ട് ഈശോ ഉത്തരം കൊടുക്കുമ്പോൾ, പിന്നെ നമുക്കറിയാം കേസറി ഫിലിപ്പിൽ വെച്ച് പത്രോസിന്റെ മരണം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഈശോ പക്കലുള്ള തടസ്സപ്പെടുത്തൽ വാദം, ഈശോ പത്രോസിന്റെ ആ വാദത്തെ കട്ടായം സാത്താനെ തട്ടിത്തെറിപ്പിച്ചു. പക്ഷെ വാസ്തവത്തിൽ ഈശോയുടെ ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ ഈ പത്രോസ് വഴി സാത്താൻ ഇട്ടുകൊടുത്ത അതേ ചിന്തയാണ് ഈശോയോട് സാത്താൻ ഇട്ട് തന്നിട്ട് ഈശോ അത് നിയന്ത്രിക്കാൻ മേലാതെ, അവഗണിക്കാൻ മേലാതെ പിതാവിൻ്റെ പക്കൽ പിതാവെ സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ചോര വേർത്തുകൊണ്ട്. അത് ഈശോയുടെ മാനുഷിക ഞെരുക്കത്തിൽ വരുന്ന വേദനയാണ്, വേദനയുടെ പ്രാർത്ഥന. അതേസമയം സാത്താൻ ഇട്ടുകൊടുത്ത പത്രോസ് വഴി ഇപ്പം നേരിട്ട് ഇട്ടുകൊടുക്കുന്ന ചിന്ത തന്നെയാണ്. പക്ഷെ അവിടെ വിഷയം മറികടക്കുന്ന അപ്പ അങ്ങയുടെ ഹിതം മതി, എൻ്റെ ഹിതം നോക്കണ്ട എന്ന് മുറുകെ പിടിച്ചുകൊണ്ടാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി വന്ന ഈശോ ആ ഹിതം അവിടുന്ന് കുശി പൂർത്തിയാക്കിയിട്ട് പറഞ്ഞ് എല്ലാം പൂർത്തിയായി അപ്പാ അങ്ങയുടെ കൈ സമർപ്പിക്കുന്നു. ഇവിടെ ഈശോ പൂർത്തിയാക്കിയത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്. അതാണ് ഈ റോബർട്ട് ബാരൻ ബിഷപ്പ് പറയുന്നത്. വെളിപാട് 12 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മനുഷ്യാവതാര വിവരണമാണ് സ്വർഗത്തിന്റെ കാഴ്ചപ്പാട്, സ്വർഗത്തിന്റെ പെർസ്പെക്റ്റീവ്. അത് വലിയൊരു പോരാട്ടത്തിന്റെ ശക്തമായ സൂചന നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ, ഉണ്ണിയായി പറഞ്ഞ ഈശോ തലപൊങ്ങി വന്നപ്പം ബാലനായിരിക്കുന്ന അവസ്ഥയെ തന്നെ ചിന്തിച്ചും തീരുമാനമെടുത്തും അപ്പനും അമ്മയോടും അവർ വിഷമിച്ച് വരുന്ന പോലും കണ്ടിട്ട് ആ വിഷമത്തെ പറ്റി എന്തെങ്കിലും ഖേദം പറഞ്ഞ് നീങ്ങുന്നതിന് പകരം ആ മാതാപിതാക്കളുടെ ഉള്ളിലേക്ക് തൻ്റെ ഉള്ളു നിറഞ്ഞിരിക്കുന്ന പിതാവിന് ചിന്തയിട്ട് കൊടുക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഒരിക്കൽ കൂടി കടന്നു പോയി. നമ്മുടെ ഉള്ളിൽ എന്താ നിറഞ്ഞു നിൽക്കുന്നത്? ഒരു ശക്തമായ മഴ പെയ്ത് തോർന്നാൽ കുറേ മണിക്കൂറുകൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇറ്റിറ്റ് വീഴും, മരങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറ്റിറ്റ് വീഴും. നമ്മൾ 3 ആഴ്ച ഒരുങ്ങി മണിക്കൂറുകളുടെ ആഘോഷങ്ങളും ഈ ദിവസങ്ങൾ നടത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് എന്തുമാത്രം ദൈവിക ചിന്തകള്, ഈശോയുടെ സാന്നിധ്യ അനുഭവം, മനുഷ്യാവതാരം വഴി ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്ലെ നമ്മുടെ മനസ്സും ജീവിതവും ആ മേഖലയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഈശോ ദേവാലയത്തിൽ തങ്ങിയതുപോലെ നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? അത് ആഘോഷങ്ങളുടെ ഒഴുക്ക് നമ്മൾ തീർന്നു പോയോ? ബെനഡിക്ട് 16 പാപ്പ ജീസസ് ഓഫ് നസറത്ത് പുസ്തകത്തിന്റെ ആരംഭത്തിൽ പങ്കുവെക്കുന്ന ഒരു സമസ്യയുണ്ട്. ക്രൈസ്തവരായ അവിശ്വാസികളെ ആൾക്കാർ ക്രൈസ്തവ വിശ്വാസത്തിലെ മനുഷ്യാവതാരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുന്നതായിട്ട് ചോദ്യം എന്താണ്? മനുഷ്യാവതാരം വഴി എന്ത് മേന്മയാണ് മനുഷ്യവർഗത്തിന് ഉണ്ടായതെന്ന്. സമാധാനം ഉണ്ടായോ? ഇല്ലല്ലോ. സാത്താനം മുഴുവൻ തീർന്നോ? ഇല്ലല്ലോ. മരണത്തെ പരാജയപ്പെടുത്തി പറയുന്നു, മരണം തീർന്നു, ഇപ്പോഴും മരണമില്ല. ഉണ്ട്. രോഗങ്ങൾ തീർന്നോ? ഇല്ല. പാപമെല്ലാം ഏറ്റെടുത്ത് പറഞ്ഞു, ഇപ്പോഴും എന്തോന്നും പുതിയ പാപങ്ങൾ പോലും വന്നോണ്ടിരിക്കുക. പിന്നെ എന്ത് ഉപകാരം ഉണ്ടായത്? ആ ചോദ്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പാപ്പ ആ പുസ്തകത്തിൽ ഉത്തരം കൊടുക്കുകയാണ്. മനുഷ്യാവതാരം വഴി മനുഷ്യവർഗത്തിനുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം, ലഭിച്ച അനുഗ്രഹം ദൈവം കൂടെയുള്ളവരായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹമാണ് ഇമ്മാനുവേൽ.
ഈ ഒരു അനുഗ്രഹം നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കണം. ഈശോയുടെ ഉള്ളില് പിതാവിൻ്റെ ഇത് എപ്പോഴും നിറഞ്ഞു തുളുമ്പിയിരുന്നു. അത് വിട്ട് എങ്ങും പോകാൻ ഈശോയ്ക്ക് പറ്റുമായിരുന്നില്ല. ആഘോഷങ്ങളൊന്നും ഈശോയുടെ കണ്ണഞ്ചിക്കളയുന്ന സ്വന്തം മാറ്റിക്കളയുന്ന വിഷയങ്ങളായിരുന്നില്ല. അവരുടെ ഒക്കെ കടന്നു പോകുമ്പോഴും പിതാവിൻ്റെ ഗീതം മാത്രം തേടിയതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഈശോ, ഈ ഈശോയ്ക്കൊപ്പം നമുക്കും വളർന്നു വരാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.